NH7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. LDF ചെത്തല്ലൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM ജില്ലാ സെക്രട്ടറി അംഗം S. അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ചെത്തല്ലൂരിൽ നടന്ന LDF ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM ജില്ലാ സെക്രട്ടറി അംഗവും മണ്ഡലം സെക്രട്ടറിയുമായ S. അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിച്ചു. കാവ്യാഞ്ജലിയിൽ വെച്ച് തച്ചനാട്ടുകര ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നത്. ഈ പഞ്ചായത്തിലാകെ 23 ബൂത്താണ്. 20-ൽ കൂടുതൽ ബൂത്തുള്ള ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ വിഭജിക്കണം എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഇലക്ഷന് വേണ്ടി മാത്രം 13 ബൂത്തുള്ള തച്ചനാട്ടുകര കമ്മിറ്റി ഒരു മേഖലയായും 10 ബൂത്തുള്ള ചെത്തല്ലൂർ കമ്മിറ്റി മറ്റൊരു മേഖലയുമായി തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരണത്തിന് വിഭജിച്ച് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ സാഹചര്യം വെരിഞ്ഞു മുറുക്കാനുള്ള വലിയ പരിശ്രമം നടക്കുന്ന ഒരു കാലമാണ്. ഒരു വികസനവും നമ്മുടെ നാട്ടിൽ നടന്നുകൂടാ. ഇന്ത്യക്ക് 7 ഘട്ടങ്ങളിലായി നടക്കുകയാണ്. കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് പാർലമെന്റ് മണ്ഡലം, അസംബ്ലി മണ്ഡലം കൺവെൻഷനുകൾക്ക് ശേഷം ലോക്കൽ തലത്തിലുള്ള കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കുന്നത്. ഇന്ന് ചേരുന്ന ചെത്തല്ലൂരും ഇതേ സമയത്ത് നടക്കുന്ന തച്ചനാട്ടുകരയും കൺവെൻഷനും ഒറ്റപ്പാലം ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഇന്ന് തന്നെയാണ്. ഈ 3 കൺവെൻഷനുകളോടുകൂടി മണ്ഡലത്തിലെ മുഴുവൻ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും പൂർത്തീകരിക്കപ്പെടുകയാണ്. 211 ബൂത്തുകളാണ് നമ്മുടെ ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിലുള്ളത്. ഈ മാസം 31-ാം തീയതിക്കകം എല്ലാ ബൂത്ത് കൺവെൻഷനുകളും പൂർത്തീകരിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലം കമ്മിറ്റി പൊതുവിൽ തീരുമാനിച്ചിട്ടുള്ളത്. CPI അംഗം പാലോട് മണികണ്ഠൻ സംസാരിച്ചു. തിരഞ്ഞെടുപ്പ് ലോക്കൽ സെക്രട്ടറി KV സതീശൻ സ്വാഗതം പറഞ്ഞു. KV സതീശനെ കൺവീനറായും അബ്ദുൽ മജീദിനെ ചെയർമാനായും യോഗം തെരഞ്ഞെടുത്തു. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി, പിന്നീട് മണ്ണിനോട് മല്ലടിക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ നേതാവായി, ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത ഘടകമായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പറായി ഇന്ന് പ്രവർത്തിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒരു സഖാവ് മത്സരിക്കുന്നു. അത് സഖാവ് A. വിജയരാഘവനാണ്. അതുകൊണ്ടാണ് വളരെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് എന്ന് ഞാൻ പറയാൻ കാരണം. ഇതിനു മുമ്പേ പാലക്കാട് സഖാവ് AKG മത്സരിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പലരും, ഞാൻ തന്നെ കുട്ടിയാണ്, പലർക്കും അത് ഓർമ്മ ഉണ്ടാവില്ല. സഖാവ് നായനാരും മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 2 സമുന്നതരായിട്ടുള്ള നേതാക്കൾ പാലക്കാട് ജയിക്കുന്നത്. സഖാ വിജയരാഘവൻ 900 വളരെ കാലമായി ഈ പാർലമെന്റ് മണ്ഡലത്തെ 9 പിടിച്ചെടുത്തു. കഴിഞ്ഞ വർഷം ചുണ്ടിനും കപ്പിനുമിടയിൽ ഏതാണ്ട് 11,000-ൽ പരം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നാം പരാജയപ്പെട്ടത്. 16,000-ൽ പരം വോട്ട് നിങ്ങളെല്ലാവരും തന്ന കണക്ക് പ്രകാരം പോൾ ചെയ്യാനുണ്ട്. ആ 16,000 വോട്ടിൽ ഒരു 14,000 വോട്ട് പോൾ ചെയ്തതെന്നെങ്കിൽ നമ്മൾ ജയിച്ചിരുന്നു. പരമായിട്ടുള്ള ദൗർബല്യം ഞാൻ അവിടെ പറയുകയാണ്. അന്ന് നമ്മുടെ വോട്ട് മുഴുവൻ പോൾ ചെയ്തിരുന്നില്ല. സത്യത്തിൽ അന്ന് നമ്മൾ ജയിച്ചിരുന്നു. തച്ചനാട്ടുകരയിൽ നടന്ന LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം M. ഹംസ ഉദ്ഘാടനം ചെയ്തു. K. പ്രേംകുമാർ MLA, മണികണ്ഠൻ പൊറ്റശ്ശേരി, അബ്ദുൽ അസീസ്, K. മുഹമ്മദ്, C. രത്നകുമാർ, AK. വിനോദ് എന്നിവർ സംസാരിച്ചു. K. മുഹമ്മദിനെ ചെയർമാനായും C. രത്നകുമാറിനെ കൺവീനറായും യോഗം തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസം ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി
എ വിജയരാഘവൻ തച്ചനാട്ടുകര ചെത്തല്ലൂരിലെത്തി വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി. മറ്റു പാർട്ടി പ്രവർത്തകരും കൂടെ ഉണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.